ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പം കൊല്ലം മേവറത്താണ് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ മേവറം തൊട്ട് കൊട്ടിയം വരെയുള്ള ഭാഗത്തെ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഉമയനെല്ലൂരൊക്കെ വലിയ രീതിയിലുള്ള റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മളിപ്പോൾ മേവറത്താണ് നിൽക്കുന്നത്. മേവറത്ത് അണ്ടർപാസിൻ്റെ പണി 2 പേരിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മേവറം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇനി നല്ലൊരു മഴ പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുമ്പ് കുറച്ച് നല്ല രീതിയിൽ മഴ പൊടിഞ്ഞായിരുന്നു, ചാറിയായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ മേവറം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പം ഏകദേശം വാഴപ്പള്ളി ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 6 വരി പാതയുടെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഭാഗത്ത് 3 വരി പാതയുടെ നിർമ്മാണം ഈ രീതിയിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ വാഹനങ്ങൾ ഇതുവഴി സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. വാഴപ്പള്ളിയാണ് മേവറം കഴിഞ്ഞ ഉടനെ. ഇവിടെ ഒരു ഭാഗത്തെ 3 വരി നിർമ്മാണം, 3 വരി പാതയുടെ നിർമ്മാണം, ഇതേപോലെ ഫസ്റ്റ് ഇയറിൻ്റെ ടാറിങ് കഴിഞ്ഞു. വാഹനങ്ങൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പർ സൈഡിലും സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊട്ടിയത്തോടുള്ള വാഹനം ഇതുവഴിയാണ് കടത്തിവിടുന്നത്. ഇതുവഴിയുള്ള സർവീസ് റോഡ് വഴിയാണ് കടന്നു പോകുന്നത്. അപ്പം ഇവിടുത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ നല്ല താഴ്ന്ന പ്രദേശമായിരുന്നു, നല്ല താഴ്ന്ന പ്രദേശമാണ്. അവിടെ കുറച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഇവിടെ സർവീസ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻ റോഡ് അവിടെ എത്ര ഉയരത്തിലായിരിക്കും മെയിൻ റോഡ് ഇവിടെ പോകുന്നത്. അപ്പോൾ വീടുകളും കാര്യങ്ങളെല്ലാം വീണ്ടും കുറേ താഴെയാണ്. അത്രയും താഴ്ചയിലായിരുന്നു ഈ പ്രദേശം. നമ്മൾ ഉമയനെല്ലൂർ എത്താറായിട്ടുണ്ട്. ഉമയനെല്ലൂർ വരുന്ന ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മണ്ണിട്ടൊക്കെ ഉയർത്തി ഉടനെ ടാറിങ് പ്രവൃത്തി ഇവിടെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അപ്പർ സൈഡിൽ കൂടി ഒന്ന് വാഹനം ഓടിച്ചെന്ന് കയറ്റി നോക്കാം. ഇവിടെ ഇത്രയും തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു അണ്ടർപാസ് അല്ല. ഇവിടെ വലിയൊരു അണ്ടർപാസ്, പിയറിൽ വരുന്ന വലിയൊരു അണ്ടർപാസ് ആയിരുന്നു ഇവിടെ വേണ്ടത്. ഇത് വളരെ ചെറുതായിപ്പോയി. ഇവിടെ ഉള്ളവർക്കും വലിയധികം രോഷം ഇതിൻ്റെ പിറകിലുണ്ട്. ഈ അണ്ടർപാസ് വന്നതിൻ്റെ പിറകിൽ വളരെ ചെറിയൊരു അണ്ടർപാസ് ആയിപ്പോയി. അപ്പോൾ ഇവിടെ സർവീസ് റോഡ് നല്ല വീതിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വലിയ കുഴപ്പം വരുത്തില്ല. സർവീസ് റോഡ് അത്യാവശ്യം വലുതാണ്. മെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഉടനെ ടാറിങ് ഇവിടെ നടക്കും. ഇങ്ങനെയായിരിക്കും ഉമയനെല്ലൂർ വഴി റോഡ് വരുമ്പോൾ വാഹനങ്ങൾ പോകുന്നത്. ഇത്ര ഉയരത്തിലായിരിക്കും. അപ്പോൾ വണ്ടി ഓടിച്ച് ഇതുവഴി പോവാം, ബൈക്ക് ഓടിച്ച് പോവാം. ഉടനെ ടാറിങ് കാണും കേട്ടോ. ഇതാണ് അണ്ടർപാസ്. വളരെ ചെറിയൊരു അണ്ടർപാസ്സാണ്. വളരെ ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറുതായിപ്പോയി. ഗൈസ്, ഇതാണിപ്പോൾ ഇവിടുത്തെ കാഴ്ച.
കണ്ട അടിപൊളിയായിട്ടാ. ഉമയനെല്ലൂരാണോ ഇത്? ഉമയനെല്ലൂർ കൈസ മാറ്റം ഹേ. ഇവരെന്തോ അടിക്കുന്നത്? കീടനാശിനിയല്ലേ തവണ. ഇവിടുത്തെ ഒരു മാറ്റം നിങ്ങൾ നോക്കിയാൽ, നമ്മൾ ഉമയനെല്ലൂർ കഴിഞ്ഞ് കൊട്ടിയെത്തുന്നതിന് മുമ്പാണ്. ഇവിടെ 6 വരി പാതയുടെയൊക്കെ ഫസ്റ്റ് ലെയർ ടാറിങ് ഏകദേശം പൂർത്തിയായി. ഇത് പോപ്പുലർ ഹൂണ്ടായുടെ അടുത്താണ്. 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. സർവീസ് റോഡും ടാറിങ് ഒക്കെ ഏകദേശം പൂർത്തിയായി. ഇവിടെ കുറച്ച് ഭാഗത്താണ്, പിന്നെ അങ്ങോട്ടൊക്കെ സർവീസ് റോഡ് ടാറിങ് പൂർത്തിയായതാണ്. അടിപൊളി. കേട്ടോ, മേവറ തൊട്ട് കൊട്ടിയം വരെയുള്ള മാറ്റം കണ്ടോ? സൂപ്പർ അല്ലേ? അപ്പോൾ കൊട്ടിയത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം അത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് അത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ വെള്ളമൊന്നുമില്ല. പിയറിൻ്റെ വർക്ക്, ഒരു സൈഡിലേക്കുള്ള പിയറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഗഡറുകളൊന്നും സ്ഥാപിച്ചു തുടങ്ങിയിട്ടില്ലേ. ആ വണ്ടിയുടെ ഡോർ തുറന്നിരിക്കും, നല്ല തുറന്നിരിക്കുകയാണ് കേട്ടോ. ഡോർ ഡോർ നമ്മൾ ഓണടിക്കാൻ പെട്ടി പറന്ന് പോവാണല്ലേ. ഡോർ ഡോർ ഡോർ. അപ്പോൾ നമ്മൾ കൊട്ടിയം എത്തിയിട്ടുണ്ട്. കൊട്ടിയം ഡ്രീംസ് മാൾ. ഡ്രീംസ് മാൾ അടുത്ത മാസം ഓപ്പൺ ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ ഡ്രീംസ് മാൾ ഓപ്പൺ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ലുലു ഫ്രഷ്. അതേപോലെ തന്നെ ലുലുവിൻ്റെ മറ്റേ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഉള്ളത് ഒരെണ്ണമുണ്ടല്ലോ, അതിൻ്റെ പേര് മറന്നതല്ലോ. അതും ഇവിടെ വരുന്നെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താ പേര് മറന്നതല്ലേ. അപ്പോൾ കൊട്ടിയത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകൾ ഇങ്ങനെയാണ് കേട്ടോ. അത് കഴിഞ്ഞ വീഡിയോ കാണിച്ചതുപോലെയാണ്. പിയറിൻ്റെ വർക്കൊക്കെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പം ഇതുവഴി പോകുന്ന വാഹനങ്ങൾ അപ്പുറം സർവീസ് റോഡ് റെഡിയാക്കി കടത്തി വിട്ടതിന് ശേഷം മാത്രമേ ഈ ഭാഗത്ത് പിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. കട്ട ബ്ലോക്കാണല്ലോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.